لله الذي أنزل على عبده الكتاب ولم يجعل له عوجا هو الذي أرسل رسوله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أيها الأخوة الكرام، أوصيكم وإياي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إذا السماء انفطرت وإذا الكواكب اندثرت وإذا البحار فجرت وإذا القبور بعثرت علمت نفس ما قدمت وأخرت يا أيها الإنسان ما غرك بربك الكريم الذي خلقك وسواك فعدلك في أي صورة ما شاء ركبك كلا بل تكذبون بالدين وإن عليكم لحافظين كراما كاتبين يعلمون ما تفعلون إن الأبرار لفي نعيم وإن الفجار لفي جحيم يصلونها يوم الدين وما هم عنها بغائبين وما أدراك ما يوم الدين ثم ما أدراك ما يوم الدين يوم لا تملك نفس لنفس شيئا والأمر يومئذ لله. صدق الله العظيم. ബഹുമാനരായ സഹോദരി സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ മാനിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങളോട് ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. നമ്മൾ അധിവസിക്കുന്ന ഈ ഭൂമി അത് ആകാശത്തിലെങ്ങും തൊടാതെ നിലകൊള്ളുന്നതാണ് എന്നും നമുക്കറിയുന്നൊരു സംഗതിയാണ്. ഈ ഭൂമി ഇങ്ങനെ സ്വയം കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. സ്വയം കറങ്ങുന്നതിനോടൊപ്പം തന്നെ സൂര്യനെയും ചുറ്റിക്കൊണ്ടിരിക്കുന്നു. ഭൂമിക്ക് ഉള്ളിൽ നിന്നുകൊണ്ട് ചിന്തിച്ചാൽ പെട്ടെന്ന് നമുക്ക് പിടികിട്ടില്ല. നമ്മൾ ഒരു സൗരയൂഥത്തെ സങ്കല്പിക്കുകയും എന്നിട്ട് പുറത്തു നിന്നിട്ട് ഭൂമിയെ വന്ന് നോക്കി കാണുകയും ചെയ്താൽ അത്ഭുതകരമാണ് ഈ ഭൂമിയുടെ ചലനം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നാം പള്ളിയിലേക്ക് വരാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയ സമയത്ത് ഭൂമി എവിടെയാണോ ഉണ്ടായിരുന്നത് അവിടെയല്ല ഇപ്പോൾ നിൽക്കുന്നത്. ഇത് വലിയൊരു അത്ഭുത കാര്യമൊന്നുമല്ല. ഇന്ന് ശാസ്ത്രം അങ്ങനെ പറയുന്നു, അതുകൊണ്ട് യാതൊരു പ്രശ്നമില്ല, എല്ലാവരും വിശ്വസിക്കുകയും ചെയ്യുന്നു. ഭൂമി സ്വയം കറങ്ങുന്നു, അത് സൂര്യനെ ചുറ്റിക്കൊണ്ടിരിക്കുന്നു. സ്വയം കറങ്ങുന്നതിന് ചില ആവശ്യങ്ങളൊക്കെ ഉണ്ടാകും. രായും പകലും നമുക്ക് മാറി വിടണം, അതിന് ഭൂമി സ്വയം കറങ്ങിയേ പറ്റും. അള്ളാഹുവിൻ്റെ വ്യവസ്ഥ അതാണ്. രാത്രി മാത്രമായാലും മനുഷ്യന് ഭൂമിയിൽ ജീവിതം അസാധ്യമാണ്. പകല് മാത്രമായാലും നമുക്ക് ജീവിക്കാൻ സാധ്യമാകില്ല. അപ്പോൾ പകലിലെ അധ്വാനത്തിന് രാത്രി ഒരു വിശ്രമ സങ്കേതമായി അല്ലാഹു സുബ്ഹാനഹു വ തആല തീരുമാനിച്ചിരിക്കുന്നു. വജഅൽന അൻ-നഹാറ മആശ വജഅൽന അൽ-ലൈല ലിബാസ. ഖുർആനിൽ ഒരുപാട് സ്ഥലത്ത് ഇത്തരം സംഗതികളെ കുറിച്ച് പറയുന്നുണ്ട്. മആശ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശമ്പളം എന്നർത്ഥമുണ്ട്. അതായത് ജീവിത ഉപജീവനത്തിനുള്ള സമ്പാദ്യത്തിനുള്ള സൗകര്യമുള്ള സമയം. ഒറ്റയടിക്ക് പകൽ നിങ്ങൾക്ക് ശമ്പളമാക്കിയിരിക്കുന്നു. അതായത് പകൽ നിങ്ങൾക്ക് ഉപജീവനം തേടാനുള്ള ഒരു സ്ഥലമാക്കി അല്ലെങ്കിൽ ഒരു സമയമാക്കി മാറ്റിയിരിക്കുന്നു. രാത്രിയിലാണെങ്കിലോ ശാന്തമായി ഉറങ്ങാൻ. ഈ അധ്വാനത്തിന് ശേഷം ഉണ്ടാകുന്ന ക്ഷീണം വിട്ടുമാറി വീണ്ടും ഉണർവോടുകൂടി പുതിയ പ്രഭാതത്തിലേക്ക് വരാൻ ഒരു രാത്രി അനിവാര്യമാണ്. അപ്പോൾ പകലും രാത്രിയും മനുഷ്യ ജീവിതത്തിലെ അനിവാര്യമായ സമയം. ഇതുണ്ടാവണമെങ്കിൽ ഭൂമി താങ്ങണം.
ഭൂമി കറങ്ങുമെന്നാൽ നമ്മൾ ഭൂമിയുടെ പുറത്താണ്. ഭൂമിയുടെ പുറത്ത് സഹാറ പോലെയുള്ള മരുഭൂമികളുണ്ട്. ഭൂമി ഇങ്ങനെ കറങ്ങുമ്പോൾ ഈ മരുഭൂമിയിലെ മണ്ണങ്ങൾ തെറിച്ചു പോകുന്നില്ല. ഭൂമിയിൽ ഇപ്പോൾ നമുക്ക് വെള്ളമുണ്ട്. അതായത് 4/3 ഭാഗവും വെള്ളമുള്ളതാണ്. അപ്പോൾ ആ ഭൂമിയുടെ ആ വെള്ളം അങ്ങ് പുറത്തേക്ക് പോകുന്നില്ല. ഭൂമിയുടെ പുറന്തോടിലാണ്, അകത്തല്ല, പുറത്താണ് നമ്മൾ ഈ വലിയ കൊട്ടാരങ്ങളൊക്കെ വെച്ച് കെട്ടിയുണ്ടാക്കുന്നത്. റോഡ് നിർമ്മിക്കുന്നതും അതുപോലെ പാർലമെന്റ് മന്ദിരങ്ങൾ ഉണ്ടാക്കുന്നതും എല്ലാം ഈ ഭൂമിയുടെ പുറന്തോടിലാണ്. ഭൂമിയുടെ ഉള്ളിൽ തിളച്ചു മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ പുറന്തോടുമായിട്ട് ഭൂമി ഇങ്ങനെ കറങ്ങുമ്പോൾ ഇതൊന്നും പുറത്തു പോകാതെ അവിടെ തന്നെ പിടിച്ചു നിർത്താനുള്ള ഒരു സംവിധാനം അല്ലാഹു സുബ്ഹാനഹു വ തആല. ശാസ്ത്രജ്ഞന്മാരിങ്ങനെ നടക്കുന്ന സംഗതി എന്താണെന്ന് പറയുകയല്ലാതെ അവർക്ക് പിടിച്ചു നിർത്താനോ അയച്ചുവിടാനൊന്നും അവർക്ക് ആർക്കും കഴിയില്ല എന്ന് നമുക്കറിയുന്ന സംഗതിയാണ്. ഈ ഭൂമിയും സൗരയൂഥവും ഒക്കെ കൂടെ ചേർന്നുകൊണ്ട് സ്വയം കറങ്ങും. ഭൂമിയെപ്പോലെ വേറെ ഒരുപാട് ഗ്രഹങ്ങളുണ്ട്. അതിന് സൗരയൂഥം എന്നൊക്കെ പറയും. ഈ സൗരയൂഥം വേറെ ഒന്നിനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നു. 22.5 കോടി വർഷം കൊണ്ടാണ് അത് കറക്കം പൂർത്തിയാകുന്നത്. 22.5 കോടി വർഷം. അത് നമ്മുടെ ഗാലക്സിയിലാണ്. കുറേ ഗാലക്സികളുണ്ട് ഇവിടെ, ഒരുപാട് ഗാലക്സികൾ. നമ്മുടെ ഗാലക്സിക്ക് ക്ഷീരപഥം, മിൽക്കി വേ എന്നൊക്കെ നമ്മൾ പറയും. ഒരുപാട് ഗാലക്സികളുള്ള ഒന്നാം ആകാശം. അങ്ങനെ 2, 3, 4, 5, 6, 7 ആകാശങ്ങൾ, 7 പ്രപഞ്ചങ്ങൾ. മഹാ അത്ഭുതകരമാണ്. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ചിന്തിച്ചെത്താൻ പറ്റാത്ത ഒരു സംഗതിയാണ്. ചെറിയ മനുഷ്യൻ, പക്ഷെ വലിയ മനസ്സ്. അല്ലാഹു അങ്ങനെയാണ് സംവിധാനിച്ചത്. മനസ്സ് വിശാലമാകും, ഈ പ്രപഞ്ചത്തെക്കാൾ വലുതാകും. ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർളി വഖ്തിലാഫിൽ ലൈലി വൻ നഹാരി ലആയാതിൻ ലിൽ അൽബാബ്. ഈ രാപകലുകളുടെ സൃഷ്ടിപ്പിൽ ബുദ്ധിയുള്ള മനുഷ്യന്മാർക്ക് ഒരുപാട് ദൃഷ്ടാന്തങ്ങളുണ്ട്. അവർ അല്ലദീന യദ്കുറൂനല്ലാഹ ഖിയാമൻ വഖുഊദൻ വഅലാ ജുനൂബിഹിം വയതഫക്കറൂന ഫീ ഖൽഖിസ് സമാവാതി വൽ അർളി. നിന്നും ഇരുന്നും കിടന്ന് ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിപ്പിനെ സംബന്ധിച്ച് ചിന്തിക്കുന്നു, ആലോചിക്കുകയും ചെയ്യുന്നു. വളരെ ഗൗരവമുള്ള സംഗതിയാണ്. നമ്മളിവിടെ അത്യാവശ്യം ചില്ലറ ജോലിയൊക്കെ ചെയ്ത് അല്ലെങ്കിൽ പഠിച്ച് ഉദ്യോഗം വാങ്ങി ഇങ്ങനെ ചില കോൺട്രാക്ടർ പണിയോ അധ്യാപക പണിയോ എഞ്ചിനീയറോ വക്കീലോ ഒക്കെ ആയി തൽക്കാലം കുറച്ച് കഴിഞ്ഞിടയിൽ ഈ മഹത്തായ പ്രപഞ്ചത്തെക്കുറിച്ച് എങ്ങനെയാണ് ചിന്തിക്കുക? അല്ലാഹു പറയണ അങ്ങനെ ചിന്തിക്കണമെന്ന്. അപ്പോഴാണ് മനുഷ്യന് മനസ്സിലാവുന്നത് ഇത് വലിയൊരു സംഗതി, ഞാൻ വളരെ ചെറുതാണ്. മനുഷ്യനങ്ങനെ ഇങ്ങനെ കണ്ണുറന്ന് നോക്കുമ്പോഴേ മനസ്സിലാവുള്ളൂ. അപ്പം നമ്മൾ മാത്രം ഉണ്ടെങ്കിൽ നമ്മൾ തന്നെ രാജാക്കന്മാർ, കണ്ണെട്ടിലെ തവള എന്നൊക്കെ സാധാരണ പറയാറുണ്ട്. നമ്മുടെ അപ്പുറമുള്ള ആളുകൾക്ക് എത്ര വിശാലതയുണ്ട് എന്ന് നമ്മുടെ ഉള്ളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല, അങ്ങോട്ട് അടുക്കുമ്പോഴേ മനസ്സിലാക്കാൻ പറ്റും. അപ്പം ഇതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ച് അതിമനോഹരമായി ഇങ്ങനെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ സംവിധാനങ്ങളൊക്കെ ഇന്നാ ജഅൽനാ മാലൽ അർളി സീനത്തൻ ലഹാ, ഇതൊരു വലിയ അലങ്കാരമായിട്ടാണ് ഈ ഭൂമിയുടെ മുകളിലുള്ളതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിക്കുന്നത്. നല്ല മനസ്സുകൾക്ക് എപ്പോഴും കാണാൻ കഴിയും. അങ്ങനെ പുറത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ തെങ്ങോലകളും അതുപോലെ താഴ്വരകളും മരുഭൂമികളും അങ്ങനെ പല നല്ല കണ്ണിന് കുളിർമയുള്ള ഒരുപാട് കാഴ്ചകൾ. മനസ്സിന് ലേശം വിഷമം വരുമ്പോൾ കടൽ തീരത്ത് നോക്കിയാൽ ഇങ്ങനെ ഒരിക്കലും അവസാനിക്കാതെ അടിച്ചടിച്ചടിച്ചു വരുന്ന ഓരോ തിരയും മനിച്ചു വീഴുകയാണ്. അതായത് ഞാനെന്ന രീതിയിലാണ് തിര വരുന്നത്, പക്ഷേ അത് തീരത്ത് വരുമ്പോൾ മനിച്ചു പോകും. അല മുറിയാതെ വീണ്ടും തിരകൾ വന്നുകൊണ്ടേയിരിക്കുന്നു. നമ്മൾ ഓരോ സമൂഹവും അല്ലെങ്കിൽ ഓരോ വ്യക്തിയും ഈ ഭൂമുഖത്ത് വന്നു പോകുന്നത് പോലെ കടലിൻ്റെ ഉള്ളിൽ നിന്ന് തിര ഇങ്ങനെ വന്ന് തീരത്ത് അങ്ങ് മരിച്ചു തീരുകയാണ്. അങ്ങനെ വ്യാഖ്യാനിക്കാം. വയനാടിലെ ചുരത്തിലൂടെ പോകുമ്പോൾ ആകാശവും ഭൂമിയും ഇങ്ങനെ ഒട്ടി നിൽക്കുന്നു. ഇതിലൊക്കെ ബുദ്ധിയുള്ള മനുഷ്യന്മാർക്ക് ദൃഷ്ടാന്തങ്ങളുണ്ട്. ചിന്തിക്കണം, ആലോചിക്കണം, എന്നിട്ട് മനസ്സിലാക്കണം. അടിച്ച് പുറത്ത് ഇനി പൊട്ടക്കുന്നാക്കുന്നതാണ്. ഇതെല്ലാം ഇവിടെ സംവിധാനിച്ചിരിക്കുന്നത് ഇതൊക്കെ വെച്ചുകൊണ്ട് ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്നത് ആരാണ് എന്ന് തിരിച്ചറിയാൻ വേണ്ടിയാണ്. ടെസ്റ്റ് ഓഫ് എക്സലൻസ് എന്നൊക്കെ പറയാം. ഏറ്റവും നന്നായി പ്രവർത്തിക്കുക എന്നതാണ്. ഏറ്റവും നന്നായി ആരാണ് പ്രവർത്തിക്കുന്നത്? ഒരു പ്രൊവിഷൻ നൽകിയിട്ട്, അതായത് റിസ്ക് നൽകിയിട്ട്, നല്ല തടി, നല്ല വിദ്യാഭ്യാസം, നല്ല ബുദ്ധി,
നല്ല ജോലി, നല്ല ഭാര്യ, നല്ല വീട്, നല്ല കാറ്, നല്ല മക്കൾ, ഇതെല്ലാം നൽകുന്നു. അതുപോലെ ഓരോരുത്തരും ഇതെല്ലാം കിട്ടുമ്പോൾ ഇവരൊക്കെ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നറിയാൻ വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതൊക്കെ സംവിധാനിച്ചിട്ടുള്ളത്. ഇതൊക്കെ താൽക്കാലികമാണ്. ഈ കിട്ടുന്നതൊക്കെ പൂർണ്ണമായ തോതിൽ യഥേഷ്ടം ആസ്വദിച്ച് കളയാം എന്ന് കിട്ടുന്നവർ വിചാരിക്കേണ്ടതില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും. ഈ മഹാപ്രപഞ്ചം പോലും അങ്ങനെ തന്നെയാണ്. എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല അടിച്ച് തകർത്തു കളയുന്നു. കുല്ലു മൻ അലൈഹാ ഫാൻ വയബ്ഖാ വജ്ഹു റബ്ബിക ദിൽ ജലാലി വൽ ഇക്റാം. എല്ലാം നശിക്കും. മഹിത പ്രതാപത്തിന്റെയും ഔദാര്യ അനുഗ്രഹങ്ങളുടെയും നാഥനായ നിന്റെ രക്ഷിതാവിന്റെ തിരുമുഖം മാത്രം അവശേഷിക്കും. ഏകനായ അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രം അവശേഷിക്കും. എല്ലാം നശിക്കും. ഈ പ്രപഞ്ചം ഏതാണ്ട് നാശത്തിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്ന് ശാസ്ത്രകാരന്മാരും പറയാൻ തുടങ്ങിയിട്ടുണ്ട്. ഫാസ്റ്റ് എക്സ്പാൻഡിങ് യൂണിവേഴ്സ് എന്നാണ് പറയുന്നത്. അതിശീഘ്രഗതിയിൽ വികസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രപഞ്ചം. ഇത് തകർന്നു പോകും. റെഡ് ഷിഫ്റ്റ് എക്സ്പെരിമെന്റ് എന്നൊക്കെ പറഞ്ഞിട്ട് മുമ്പ് എഡ്വിൻ പി ഹബിൾ എന്ന് പറഞ്ഞ ഒരാൾ, ഒരു ശാസ്ത്രകാരൻ, അങ്ങനെ കുറേ ശാസ്ത്രകാരന്മാർ, ഇപ്പൊ ഇന്ന് പത്രത്തിലുള്ള ഹോക്കിൻസ് ഉൾപ്പെടെയുള്ള ആളുകൾ കണ്ടെത്തിയത് ഈ പ്രപഞ്ചം ഇങ്ങനെ അനന്തമായി വികസിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ്. ഇതിനൊരു അതിരും കാണാൻ പറ്റില്ല. മനുഷ്യന്റെ ചിന്തയുടെ അതിരാണ് പ്രപഞ്ചത്തിന്റെ അതിര് അവസാനിക്കുന്നതിന് മുമ്പേ അവസാനിച്ചു പോകുന്നത് എന്നതുകൊണ്ട് നമുക്ക് വലുതായിട്ട് ചിന്തിക്കാൻ പറ്റില്ല. പ്രപഞ്ചത്തിന് ഒരു അതിരുണ്ടോ എന്ന് പോലും പറയാൻ പറ്റില്ല അവർക്ക്. അതിരുണ്ട് എന്ന് പറഞ്ഞാൽ അതിന്റെ അപ്പുറം എന്താണെന്ന് പറയാൻ നാം ബാധ്യസ്ഥരാണ്. അപ്പൊ അതുകൊണ്ട് പ്രപഞ്ച അതിർത്തി എന്താണ് എന്ന് പറയാൻ ശാസ്ത്രകാരന്മാർക്ക് സാധ്യമല്ല. അതിരില്ലെന്ന് പറഞ്ഞാലോ ആ കുഴിമാലുമായി. അപ്പൊ രണ്ടിന്റെ ഇടയിൽ എങ്ങനെ പറയാനാവുക? അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും ഇതിനൊരു അതിരുണ്ട്, ഇതൊരു നിശ്ചിത കാലം വരേക്കുമാണ്, ഇതെല്ലാം അടിച്ച് തകർത്ത് തരിപ്പണമാക്കി കളയും. അപ്പൊ ഇത് വളരെ ഗൗരവമുള്ള ഒരു സംഗതിയാണ് എന്നുള്ള നിലയ്ക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അത് പഠിപ്പിക്കുന്ന സൂറത്തുൽ വാഖിഅ, അൽ ഹഖ, അൽ ഖിയാമ, അൻ നബ്, തക്വീർ, ഇൻഫിതാർ, ഇൻഷിഖാഖ്, അൽ ഗാഷിയ, അസ്സൽസല ഓർ സിൽസാൽ, അൽ ഖാരിയ. ഒരുപാട് സൂറത്തുകൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ആ കാര്യങ്ങളെ ഈ പറഞ്ഞ പേരുകളെല്ലാം ആ കാര്യങ്ങളെ വിശദീകരിക്കുന്ന സൂറത്തുകളുടെ പേരുകളാണ്. അപ്പൊ ഖുർആനിൽ ഒരുപാട് സൂറത്തുകൾക്ക് പേരിട്ടുകൊണ്ട് ഈ സംഭവം അല്ലാഹു സുബ്ഹാനഹു വ തആല വിവരിക്കുന്നു. പ്രപഞ്ചത്തിന്റെ നാശത്തെക്കുറിച്ച് പറയാൻ വേണ്ടിയാണ്. വളരെ ഗൗരവപൂർവ്വമാണ് ഖുർആൻ ഈ വിഷയം കൈകാര്യം ചെയ്യുന്നത്. പക്ഷെ നമ്മൾ അത്ര ഗൗരവത്തിൽ എടുത്തിട്ടുണ്ടോ എന്നുള്ളത് ഒരു വിഷയമാണ്. നമസ്കരിക്കുന്നത് പോലെ, നോമ്പൊടിക്കുന്നത് പോലെ, സക്കാത്ത് കൊടുക്കുന്നത് പോലെ, ഹജ്ജ് ചെയ്യുന്ന പോലെ പ്രാധാന്യത്തോടുകൂടി പഠിക്കാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഏൽപ്പിച്ച ഈ പരിശുദ്ധ ഖുർആനിൽ ഇത്ര ഗൗരവതരമായി പറയുന്ന ഒരു വിഷയം അടിക്കടി ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. പ്രപഞ്ചത്തിനെ കീഴ്മേൽ മറിക്കുന്ന, ഇതിന്റെ എല്ലാത്തിന്റെയും നാശം ഉണ്ടാകുന്ന മഹാവിസ്ഫോടനത്തെക്കുറിച്ചാണ് യഥാർത്ഥത്തിൽ പറയുന്നത്. അതിന്റെ ഭാഷ വളരെ ചടുലവും തീക്ഷ്ണവുമാണ്. മനുഷ്യ ഹൃദയത്തിൽ തുളച്ചു കയറിയിട്ട് ഒരുപാട് വിചാരങ്ങൾ ഉണ്ടാക്കുന്ന വികാര നിർഭരമായ രംഗങ്ങളാണ് അത് ചിത്രീകരിക്കുന്നത്. ഏത് സൂറത്തെടുത്ത് നോക്കിയാലും ഇദ ശംസു കുവിറത് വഇദൻ നുജൂമു ഖദറത് വഇദൽ ജിബാലു സുയ്യിറത് വഇദൽ ഇശാറു ഉത്തിലത് വഇദൽ വുഹൂഷു ഹുശിറത് വഇദൽ ബിഹാറു സുജ്ജിറത് വഇദൻ നുഫൂസു സുവിജത് വഇദൽ മൗഊദതു സുഇലത് ബിഅയ്യി ദംബിൻ ഖുദിലത് وإذا الصحف نشرت وإذا السماء كشطت وإذا الجحيم سعرت وإذا الجنة أزلفت علمت نفس ما حضرت. വളരെ ഗംഭീരമായിട്ടാണ്. സത്യവിശ്വാസ മനസ്സുകൾക്ക് ഇത് കേൾക്കുമ്പോൾ ഒരു കിളിലുണ്ടാവും. വിശ്വസിച്ചില്ലെങ്കിൽ പിന്നെ ഒരനക്കം ഉണ്ടാവില്ല. അതായത് ചേമ്പലയിൽ വെള്ളം ഒഴിച്ചതുപോലെയാണ്. ഒഴുകിക്കൊണ്ട് പോകും. എല്ലാം ഇങ്ങനെ താന്നു കൊടുക്കും, വെള്ളം ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട് ഒഴുകി പോകും. സത്യവിശ്വാസത്തെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഇദാ തുലിയത് അലൈഹിം സാദതുഹു ഈമാന. അള്ളാഹുവിന്റെ ദൃഷ്ടാന്തം പറഞ്ഞു കേൾപ്പിക്കുമ്പോൾ വജിലത്ത് ഖുലൂബുഹും, അവരുടെ ഹൃദയങ്ങൾ വല്ലാണ്ട് പേടിച്ചു നടുങ്ങിപ്പോകും. നമുക്കെന്തെങ്കിലും നടുക്കണ്ടോ ഖുർആൻ ഓതുമ്പോൾ എന്ന് നമ്മൾ ചെക്ക് ചെയ്താൽ വിശ്വാസത്തിന്റെ ആഴം നമുക്ക് അളന്നേക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, സൂര്യൻ അതിന്റെ ആ പ്രഭയൊക്കെ മൂടിപ്പോകുന്ന സമയത്ത്, വഇദൻ നുജൂമുൻ ഖദറത്, താരകങ്ങളെല്ലാം ഉതിർന്നു വീഴുന്ന ഒരു സന്ദർഭം ഉണ്ടാവും. വഇദൽ ജിബാൽ, പർവ്വതങ്ങൾ, സുയ്യിറത്, അതിങ്ങനെ മരുഭൂമിയിലെ മരീചിക പോലെ മാഞ്ഞു പോകുന്ന പതിയിരിക്കുന്ന കണത്ത കട്ടിയുള്ളതാണ് പർവ്വതങ്ങൾ. ഏത് കാറ്റടിച്ചാലും പർവ്വതം പോകില്ല.
പക്ഷേ ഈ സന്ദർഭത്തിൽ പ്രപഞ്ചത്തെ തകർക്കുമ്പോൾ അതിങ്ങനെ മരീചിക പോലെ മാഞ്ഞു പോയിക്കൊണ്ടേയിരിക്കും. വൈദൽ പെണ്ണൊട്ടകം ഉണ്ടല്ലോ, ഗർഭം പൂർത്തിയായ ഒട്ടകത്തെ അറബികൾ ഭാര്യയും മക്കളെ ഉപേക്ഷിച്ചാലും ഈ ഒട്ടകത്തെ ഉപേക്ഷിക്കില്ല. അതാണ് ഒട്ടകവും അവരും തമ്മിലുള്ള ബന്ധം. അതുകൊണ്ട് ആ സാന്ദർഭികമായ ആ അഭിസംബോധിത ജനതയ്ക്ക് ഏറ്റവും പ്രാധാന്യമുള്ള ഒരു സംഗതി എടുത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, പ്രസവിക്കാനെടുത്ത പെണ്ണൊട്ടകത്തെ പോലും ഉപേക്ഷിച്ച ആളുകൾ പാഞ്ഞു പോകുന്ന ഒരു രംഗം അവരുടെ ജീവിതത്തിൽ വരാനുണ്ട്. വൈദൽ ബിഹാറ സുജ്ജിറത്, കടലിന് തീപിടിക്കും. കടലിന് തീപിടിക്കും. ഹൈഡ്രജനും ഓക്സിജനും ചേർന്നതാണ് വെള്ളം. ഒന്ന് കത്തുന്നതും മറ്റൊന്ന് കത്താൻ സഹായിക്കുന്നതുമാണ്. വെള്ളമായി കഴിഞ്ഞാൽ തീയെ അണയ്ക്കുന്നതാണ് സാധനം. കത്തുന്ന വാതകവും കത്താൻ സഹായിക്കുന്ന വാതകവും കൂടിച്ചേർന്നിട്ട് തീയെ അണയ്ക്കുന്ന ദ്രാവകം ഉണ്ടാക്കിയിരിക്കുന്നു അല്ലാഹു സുബ്ഹാനഹു വ തആല. പക്ഷെ അതിന് തീ പിടിക്കുന്നതാണ്. ആന്ധ്രയുടെ കടലോരങ്ങളിൽ തീ പിടിച്ച ഒരു വലിയ കൊടുങ്കാറ്റ് ഇന്ത്യ രാജ്യത്ത് അടിച്ചു വീശിയിട്ടുണ്ട്, നമുക്കറിയാം, വർഷങ്ങൾക്ക് മുമ്പ്. ഇപ്പൊ സുനാമി എന്നൊക്കെ പേര് വരുന്നതിന് മുമ്പ് തന്നെ കടലിൽ ഭയങ്കരമായ കാറ്റടിച്ചിട്ട് തിരമാലകൾ കൂട്ടിയിടിച്ച് പച്ച വെള്ളത്തിൽ തീ പിടിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, അങ്ങനെ പച്ച വെള്ളത്തിൽ തീ പിടിക്കുന്ന ബിഹാർ സുജ്ജിറത്, കടലിൽ തീ പിടിക്കുന്ന ഒരു രംഗമുണ്ടാവും. വൈദൻ നുഫൂസ് സുവ്വിജത്ത്, മരിച്ചുപോയ എല്ലാ ആത്മാക്കളെയും അവരുടെ തടിയുമായി അന്ന് ബന്ധിപ്പിക്കപ്പെടും. വൈദൽ മൗഊദത്ത് സുഇലത് ബിഅയ്യി ദംബിൻ ഖുതിലത്, പെണ്ണുങ്ങളെ വളർത്തുന്നത് അപമാനകരമായി കരുതിയിരുന്ന ഒരു അറേബ്യൻ സമൂഹം അവരെ കുഴിച്ചു മൂടിയിരുന്നു. ഏത് പാപത്തിന്റെ പേരിലാണ് നീ കുഴിച്ചു മൂടപ്പെട്ടത് എന്ന് ഓരോ പെൺകുട്ടിയോടും ചോദിക്കുന്ന ഒരു രംഗമുണ്ടാവും. എന്നിട്ട് അന്ന് എല്ലാവരുടെയും ജീവിത രേഖകൾ തുറന്നു വെക്കുന്ന സമയമാണ്. പണ്ടൊക്കെ കിതാബ് തുറന്നൊക്കെ പറയാം വലിയ പുസ്തകത്തിനെ കുറിച്ചാ. ഇപ്പോ ഒരു മുട്ടുസൂചിയിലെ അറ്റത്ത് വേളും വേണ്ട ആവശ്യമില്ല. ഈ പ്രപഞ്ചത്തിന് മുഴുവൻ വിജ്ഞാനവും ശേഖരിക്കാൻ വേണ്ടിയുള്ള ഒരു മൈക്രോചിപ്പിൽ തന്നെ മതിയാവും. എല്ലാം ഇവിടെ രേഖപ്പെടുത്തി വെക്കും. എന്നിട്ട് അതങ്ങനെ രേഖ അങ്ങോട്ട് തുറന്നു വെക്കും. ആകാശം എന്ന് പറയുന്ന ഒരു തരം മറയാണ്. അവിടെ ഒന്നുമില്ല, ഉപരിമണ്ഡലം എന്നേ അർത്ഥമുള്ളൂ. അവിടെ നമ്മുടെ കണ്ണിന്റെയും അവിടുത്തെ പ്രത്യേകമായ സിറ്റുവേഷനെ അനുസരിച്ച് നീലയും ജോലയും വണ്ണയൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത് മാത്രമേ ഉള്ളൂ. അതെല്ലാം മറയെല്ലാം അങ്ങ് അല്ലാഹു സുബ്ഹാനഹു വ തആല നീക്കും. വൈദൽ ജഹീമ സുഇറത്, തിളച്ചു മറിയുന്ന നരകാഗ്നി ഓരോരുത്തരുടെയും അടുത്തേക്ക് കൊണ്ടുവരുന്ന ഒരു രംഗമുണ്ടാകും. വൈദൽ ജന്നത്തു ഉസ്ലിഫത്ത്, മറിച്ച് വിശ്വാസികൾക്ക് പ്രവേശിക്കാനുള്ള സ്വർഗത്തിനെ അടുപ്പിച്ചിന് കൊണ്ടുവരും. അലിമത്തു നഫ്സുൻ മാ അഹ്ളറത്, അന്ന് നാം ഇവിടെ വളർത്തിയ മനുഷ്യന്മാർ അവരുടെ വിഭവങ്ങൾ കൊണ്ട് എന്തൊക്കെയാണ് സമ്പാദിച്ചിട്ടുള്ളത് എന്ന് ഓരോരുത്തരും അവരറിയും. അവനവന്റെ സമ്പാദ്യത്തിന്റെ കണക്ക് അന്നവൻ വ്യക്തമായി അറിയും. ഇങ്ങനെ ഓരോന്നും പരിശോധിച്ച് നോക്കിയാൽ വളരെ രൂക്ഷവും തീഷ്ണവും ആയ ഭാഷാ പ്രയോഗങ്ങളിലൂടെ മനുഷ്യ ഹൃദയത്തിൽ ഭയങ്കരമായ പ്രകമ്പനം സൃഷ്ടിക്കുന്നതാണ് പരിശുദ്ധ ഖുർആൻ ഈ ലോകാവസാനത്തെക്കുറിച്ച് പറയുന്ന സംഗതികൾ. എന്തിനിങ്ങനെ എന്നുള്ളതാണ്. എന്തിന്? ഇവിടെ ഈ ദുനിയാവിൽ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ, കച്ചവടം നടത്തുമ്പോൾ, അതുപോലെ തന്നെ ഉദ്യോഗത്തിന് പോകുമ്പോൾ, രാജ്യം ഭരിക്കുമ്പോൾ, പല സംഗതികളും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, ഇങ്ങനെയുള്ള ഒരു പതനത്തിന്റെ ഒരു പ്രപഞ്ചത്തിലാണ് ഞാൻ ജീവിക്കുന്നത് എന്നും എൻ്റെ ഓരോ പ്രവർത്തനങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല കണ്ട് രേഖപ്പെടുത്തുന്നു എന്നും ബോധത്തോടുകൂടി ഈ ഭൗതിക വ്യാജ സുഖങ്ങളുടെ പിന്നാലെ വല്ലാണ്ട് പോകാതിരിക്കുന്നതിന് വേണ്ടിയാണ്. ഇവിടെയുള്ള സുഖങ്ങളൊക്കെ താൽക്കാലികമാണ്. അതുകൊണ്ട് തന്നെ വ്യാജ സുഖങ്ങളാണെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് പേരുണ്ട്. ഗറൂർ, വഞ്ചനയുടേതാണ്. മതാഉൽ ഹയാത്തുദ് ദുനിയ ഇലാ ഗറൂർ ലഅബുൻ വലഹുൻ ലഹും വലഅബുൻ എന്നൊക്കെ ഒരുപാട് സ്ഥലത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. ഇവിടെ നിങ്ങൾ സുഖിക്കുന്നുണ്ടെങ്കിൽ അത് തൽക്കാലം ഉള്ള സുഖം മാത്രമാണ്. ആരെങ്കിലും അത് ശാശ്വതമായി കിട്ടുമെന്ന് വിചാരിച്ചാൽ ആ സുഖം അവനെ വഞ്ചിച്ചു കളയും. ഭൗതിക ജീവിതത്തിൽ അധ്വാനിക്കുമ്പോൾ, പ്ലാൻ ചെയ്യുമ്പോൾ, ഉദ്ദേശിക്കുമ്പോൾ, പ്രവർത്തനം നടത്തുമ്പോൾ എന്തിനു വേണ്ടി അധ്വാനിക്കണം, എങ്ങനെ അധ്വാനിക്കണം, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുത്ത് അവൻ പറഞ്ഞ മാർഗദർശനം അനുസരിച്ച് നിന്ന് നീങ്ങണോ, അതല്ല മനസ്സിന്റെ ജൽപ്പനങ്ങളൊക്കെ താൽക്കാലിക സുഖങ്ങളുടെ പിന്നാലെ പോകണമോ എന്ന് ഓരോരുത്തരും തീരുമാനിക്കുക. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മാർഗത്തിൽ നിൽക്കുന്ന ആളുകളെ കീഴ്വണക്കം പൂർണ്ണമായി അല്ലാഹു ഏൽപ്പിക്കുന്ന ആളുകളെ അല്ലാഹു സഹായിക്കും. അല്ലാത്തവർക്കും അല്ലാഹു തആല സുഖം കൊടുക്കും. പക്ഷേ മതാഉൽ ഖലീൽ,
തുമ്മ മഅവാഹും ജഹന്നം. താൽക്കാലികം മാത്രമായിരിക്കും. അപ്പൊ ഇന്ന് ഭൗതിക ലോകത്ത് വലിയ വലിയ സൗകര്യങ്ങളോടുകൂടി ജീവിക്കുന്ന, വലിയ പേരുകളോടുകൂടി ജീവിക്കുന്ന, വലിയ വലിയ ആദരവുകളോടും ജീവിക്കുന്ന മനുഷ്യന്മാർ അള്ളാഹുവിനെ അംഗീകരിക്കുന്നില്ലെങ്കിൽ ഹസ്റത്ത് ദുനിയാ വൽ ആഖിറ, ദുനിയാവും നഷ്ടപ്പെട്ടു. ഇതെന്തായാലും പോകും. അവരെത്ര സുദീർഘമായ ജീവിതം ഇവിടെ നയിച്ചാലും ഒരു ദിവസം അവരെ ഒരു ശവമഞ്ചത്തിന്റെ മേൽ ചുമക്കപ്പെടും എന്നുള്ളതൊരു യാഥാർത്ഥ്യം മാത്രമാണ്. എല്ലാവരും പോകാനാണ് വന്നത്. ഇവിടെ ആരും അവശേഷിക്കില്ല. പോകുന്നതിന് മുമ്പ് കിട്ടിയത് വെച്ച് നന്ദി കാണിച്ചാൽ അവരവരുടെ ജീവിതം രക്ഷപ്പെടുമെന്ന് അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. അങ്ങനെ വിവരിക്കുന്ന ഒരു സൂറത്താണ് ഇൻഫിതാർ. ഇദാ സമാഉൻ ഫതറത്, ആകാശം അങ്ങനെ പൊട്ടിപ്പിളരും. വൈദൽ കവാകിബു ഇൻതസറത്, നക്ഷത്രങ്ങളെല്ലാം കൊഴിഞ്ഞു വീഴും, താരകങ്ങൾ ഉതിർന്നു വീഴും. വൈദൽ ബിഹാർ ഫുജ്ജിറത്, അതായത് സമുദ്രങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചേർക്കപ്പെടും, അല്ലെങ്കിൽ കൂട്ടിക്കലർന്ന് സമുദ്രവും നദിയുമൊക്കെ അതിന്റെ എല്ലാ അതിർവരമ്പുകളിലും. വൈദൽ ഖുബൂർ ബുഇഥിറത്, കുഴിമാടങ്ങൾ ഇളക്കി മറിക്കപ്പെടുമ്പോൾ അലിമത് നഫ്സും മാ ഖദ്ദമത് ഫഅഖറത്, ഓരോരുത്തരും അധ്വാനിക്കുന്നുണ്ടല്ലോ. അവന് കിട്ടിയ ആരോഗ്യം വെച്ച്, അവന് കിട്ടിയ വിദ്യാഭ്യാസം വെച്ച്, അവന് കിട്ടിയ ബുദ്ധി വെച്ച്, അവന് കിട്ടിയ സൗകര്യങ്ങൾ വെച്ച്, പണം വെച്ച്, സന്താനങ്ങൾ വെച്ച് അവൻ അധ്വാനിക്കുന്നുണ്ടല്ലോ. ഈ അധ്വാനത്തിന്റെ അനന്തരഫലം എത്തുന്ന ഒരു ദിവസം ഉണ്ടല്ലോ, ആകാശം പൊട്ടിപ്പിളരുന്ന, താരകങ്ങൾ ഉതിർന്നു വീഴുന്ന, കുഴിമാടങ്ങൾ പൊളിക്കപ്പെടുന്ന ആ ദിവസം എല്ലാവരെയും ഹാജരാക്കും. എന്നിട്ട് ഓരോരുത്തരുടെയും പ്രവർത്തനം എന്താണ് അവർ ദുനിയാവിൽ സമ്പാദിച്ചത് എന്നതിനെ കുറിച്ച് അവരോട് പറഞ്ഞു കൊടുക്കുമെന്നാണ്. ഇത് അവിടെ ചെന്നിട്ടല്ല പറയുന്നത്, ഇവിടെ വെച്ച് പറയാ. യാ അയ്യുഹൽ ഇൻസാൻ, ഇതെല്ലാം കേട്ടിട്ടും ഒരുപാട് അഹങ്കാരികൾ ഇവിടെ ഉണ്ട്, ധിക്കാരികൾ ഇവിടെ ഉണ്ട്. അവർ അല്ലാഹു സുബ്ഹാനഹു വ തആല വിളിക്കുകയാണ് യാ അയ്യുഹൽ ഇൻസാൻ, യാ അയ്യുഹൻ നാസ് എന്നൊക്കെയാണ് പറയാം. അല്ലാഹു തആല പറയാം യാ അയ്യുഹൽ മുസ്ലിം എന്നല്ല ഇവിടെ പറഞ്ഞു, യാ അയ്യുഹൽ ഇൻസാൻ, അല്ലയോ മനുഷ്യന്മാരെ, മാ ഗർറക ബി റബ്ബിക്കൽ കരീം, അത്യുദാരനായ നിന്റെ രക്ഷിതാവിന്റെ കാര്യത്തിൽ നിന്നെ വഞ്ചിച്ചു കളഞ്ഞത് എന്താണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അത്ഭുതത്തോടെ ചോദിക്കുകയാണ്. അല്ലദീ ഖലഖക ഫസവ്വാക ഫഅദലക ഫി അയ്യി സൂറത്തിൻ മാ ശാഅ റക്കബക, അവനാണ് നിന്നെ സൃഷ്ടിച്ചത്, സംവിധാനിച്ചത്, അവന് നിന്നെ പ്രപ്പോർഷനായിട്ട് നിലനിർത്തിയത്, അവൻ ഉദ്ദേശിച്ച ഏറ്റവും സുന്ദരമായ അഹ്സന തഖ്വീമിൽ തന്നെ നിന്നെ വളർത്തുകയും ചെയ്തിരിക്കുന്നു. എന്നിട്ട് നീ എന്താണ് ഇത് വെച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങളെ സംബന്ധിച്ച് മനസ്സിലാക്കി കീഴ്വണക്കം അവനിലേക്കാക്കി ജീവിക്കാത്തത് എന്താണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. രോഗം അല്ലാഹു എടുത്ത് പറയാണ്, കല്ലാ ബൽ തുകദ്ദിബൂന ബിദ്ദീൻ. പ്രശ്നം എവിടെയാണ്? നിങ്ങൾ ഈ പ്രതിഫലം നൽകുന്നു എന്ന് പറയുന്ന അന്ത്യദിനത്തെ നിഷേധിച്ചുകൊണ്ടാണ് ജീവിക്കുന്നത്. അതായത് അതിനെക്കുറിച്ച് നിങ്ങൾ ഗൗരവതരമായി ചിന്തിക്കുന്നില്ല. ഒരാൾ കച്ചവടം ചെയ്യുമ്പോൾ, രാഷ്ട്രീയ പ്രവർത്തനം നടത്തുമ്പോൾ, മതപ്രവർത്തനം നടത്തുമ്പോൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ എന്നെ പിടിക്കുമ്പോൾ അവന്റെ മുന്നിൽ നിന്ന് ഞാൻ ഉത്തരം പറയേണ്ടി വരുമെന്ന ബോധത്തോടു കൂടിയല്ല ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. അതുകൊണ്ട് അവൻ മറ്റുള്ളവന്റെ അഭിമാനത്തിന്റെ മേൽ കൈവെക്കുന്നു, എതിരാളിയെ ചീത്ത പറയുന്നു, മത സ്റ്റേജുകൾ കെട്ടിയിട്ട് എതിരാളികളെ കഠിനമായി ചീത്ത പറയുന്നു, ഭത്സിക്കുന്നു. ആഖിറത്തെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ റസൂലും പഠിപ്പിച്ചത് പോലും മറന്നുകൊണ്ട്. കേരളത്തിലെ മാത്രം സംഭവമല്ല, ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. ഉസ്മാൻ ബിൻ അഫ്ഫാന്റെ കാലം മുതൽ ഇത് തുടർന്നു വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ സമുദായം നശിച്ചു എന്നുള്ളതല്ല, ആരൊക്കെയാണ് അത് ചെയ്യുന്നത് അവരൊക്കെ ഉത്തരം പറയേണ്ടി വരും. അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ ചെയ്ത് പൊറുക്കൽ തേടി രക്ഷപ്പെട്ടില്ലെങ്കിൽ അവർ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ ശിക്ഷിക്കുകയും ചെയ്യും എന്നുള്ളൊരു സംശയമില്ല. പടച്ചവനാണ് നീതിമാൻ. അപ്പൊ ഇവിടെ ഓരോ പ്രവർത്തനം നടത്തുമ്പോഴും നാളെ അള്ളാഹുവിന്റെ മുന്നിൽ ഉത്തരം പറയേണ്ടി വരുമെന്ന ബോധത്തോടു കൂടി ചെയ്യണമെന്ന് അള്ളാഹു ഉപദേശിച്ചത് നിങ്ങൾ നിഷേധിച്ച് കളയാണ്. ഒരു കാര്യം, ഇന്ന അലൈക്കും ലഹഫ്ളീൻ, നിങ്ങൾ എന്തെല്ലാം ചെയ്യുന്നു അതെല്ലാം നോക്കാൻ നിങ്ങളുടെ മേൽ ചില സൂക്ഷിപ്പുകാരുണ്ട്. ഇത് യതലഖൽ മുതലഖിയാനി അനിൽ യമീനി വഅനിൽ ശിമാലി ഖഈദ് ما يلفظ من قول إلا لديه رقيب عتيد إذ يتلقى المتلقيان عن اليمين وعن الشمال قعيد. ഇടതുഭാഗത്തും വലതുഭാഗത്തും തയ്യാറായി കാത്തിരിക്കുന്ന ഒരാൾ, അവിടെ ഇവിടെ ഒരാൾ ഇല്ലാതെ നിങ്ങൾക്ക് ഒരു അക്ഷരം ഉച്ചരിക്കാൻ പറ്റില്ല. നിങ്ങളുടെ കേൾവിയും കാഴ്ചയും നിങ്ങളുടെ ഹൃദയവികാരങ്ങൾ കൂടി ഇവിടെ രേഖപ്പെടുത്തുന്നുണ്ട്. കിറാമൻ കാത്തിബീൻ, മാന്യരായ എഴുത്തുകാർ. യഅലമൂന മാ തഫഅലൂൻ, നിങ്ങൾ പ്രവർത്തിക്കുന്നത് അവർ നന്നായി അറിയുന്നവരാണ്. അപ്പൊ ഇങ്ങനെ
അപ്പൊ പരലോകത്ത് വരാൻ പോകുന്ന ഒരു സംഗതിയെക്കുറിച്ച് പറഞ്ഞത് അവിടെ ചെന്നതിന് ശേഷം അവിടെ വിരൽ കടിക്കാതിരിക്കണം. യാ ലൈതനി ഖദ്ദംതു ലിഹയാതി എന്ന് പറഞ്ഞ് വിരൽ കടിക്കുന്ന ഒരു രംഗം വരും അന്ന്. അങ്ങനെ വരാതിരിക്കാൻ ഇവിടെ പണമുണ്ടെങ്കിൽ, ഇവിടെ അന്തസ്സുണ്ടെങ്കിൽ, ഇവിടെ സ്ഥാനമാനങ്ങളുണ്ടെങ്കിൽ, പദവികളുണ്ടെങ്കിൽ, സന്താനങ്ങളുണ്ടെങ്കിൽ അത് അല്ലാഹു പറഞ്ഞതുപോലെ ചെയ്യുക, അതുപോലെ അതനുസരിച്ച് പ്രവർത്തിക്കുക. പൊങ്ങച്ചത്തിനും അഹങ്കാരത്തിനും അതുപോലെ കുറെ കാലം ഇവിടെ സുഖിച്ച് ജീവിച്ചു കളയാമെന്ന ഉദ്ദേശത്തോടു കൂടി ദുന്യാവ് മാത്രം ലക്ഷ്യം വെച്ചാൽ വളരെ വളരെ വേദനാജനകമായ ശിക്ഷയിലാകും പോവുക എന്ന് പറഞ്ഞു. ഇന്നൽ അബ്റാറ ലഫീ നഈം, അല്ലാഹ് പറഞ്ഞതനുസരിച്ച് നീങ്ങുന്ന ആളുകൾക്ക് അനുഗ്രഹത്തിന്റെ പൂങ്കാവനങ്ങളായിരിക്കും പ്രതിഫലം. വഇന്നൽ ഫുജ്ജാറ ലഫീ ജഹീം, ആരെങ്കിലും ദുർമാർഗം പ്രാപിച്ചാൽ അവന് കത്തിയാളുന്ന നരകമായിരിക്കും. യസ്ലൗനഹാ യൗമദ്ദീൻ, പ്രതിഫലത്തിന്റെ നാളിൽ എന്നവരവിടെ കിടന്നേ പറ്റൂ. അമാഹും അൻഹാ ബിഗായിബീൻ, അതിൽ നിന്ന് അവർക്ക് ഒഴിഞ്ഞു മാറാൻ കഴിയുകയില്ല. വമാ അദ്റാക മാ യൗമുദ്ദീൻ സുമ്മ മാ അദ്റാക മാ യൗമുദ്ദീൻ, ആവർത്തി ചോദിക്കുകയാണ്, പ്രതിഫലം നൽകുന്ന ദിവസത്തിന്റെ പ്രാധാന്യം അതെന്താണെന്ന് നിനക്കറിയുമോ? യൗമ ലാ തംലികു നഫ്സുൻ ലിനഫ്സിൻ ഷൈഅ വൽ അംറു യൗമഇദിൻ ലില്ലാഹ്. ഇവിടെ നമുക്ക് എന്തെങ്കിലും വർത്താനം പറയാം, അപേക്ഷിക്കാം, അവിടെ ഒന്നും മിണ്ടാൻ കൂടെ പറ്റില്ല. എല്ലാ അധികാര അവകാശങ്ങളും അല്ലാഹുവിന്റെ കൈവശമാണ്, മറ്റാർക്കും ഒന്നുമില്ലാത്ത. ഇവിടെ ദുന്യാവിൽ നടക്കുമ്പോ, ദുന്യാവിലൂടെ ജീവിക്കുമ്പോ, ഇവിടത്തെ വായു ശ്വസിക്കുമ്പോ, ഇവിടത്തെ വെള്ളം കുടിക്കുമ്പോ, ഇവിടെ നിന്ന് മറ്റു പലതും ആസ്വദിക്കുമ്പോ ഇതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരീക്ഷണാർത്ഥം തന്നതാണ് എന്ന ബോധത്തോടുകൂടി ചെയ്യാത്തവന് നാളെ കത്തിയാളുന്ന നരകത്തിലേക്ക് പോകേണ്ടി വരും. പിടിച്ചു ബന്ധിച്ച് നരകത്തിന്റെ മാരടത്തിലേക്ക് അവൻ അങ്ങ് വലിച്ചെറിഞ്ഞു കളയുക. ഇത്ര കടുകട്ടിയായ പദങ്ങളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറയുന്നത്, എപ്പോഴെങ്കിലും എന്തെങ്കിലും ഒന്ന് കേട്ടിട്ട് മനുഷ്യന്റെ മനസ്സിളകി അവന്റെ ഈഗോ ഒന്നില്ലാതായി അവൻ വിനയാന്വിതനായി അള്ളാഹുവിലേക്ക് മടങ്ങിയെങ്കിലോ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പലയിടത്തും പറയുന്നുണ്ട്. വളരെ കഷ്ടമാണ് മനുഷ്യന്റെ കാര്യം. നമുക്ക് എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ മഹാ അഹന്തയാണ്. ഏതാണ് അഹന്ത? ആദ്യത്തെ അഹന്ത, ഇതൊക്കെ എന്റെ മിടുക്ക് കൊണ്ടാണ്, ഞാനാണ് ഇതൊക്കെ ഉണ്ടാക്കിയത് എന്ന ചിന്താഗതിയാണ്. ആ ചിന്താഗതിയാണ് ഏറ്റവും വലിയ അഹന്ത. അത് ശിർക്കാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയത് അത് അവൻ നൽകിയതാണെന്ന് പ്രഖ്യാപിക്കാനാണ്. അഷ്ഹദു, ഞാനിതാ സാക്ഷ്യം വഹിക്കുന്നു. എന്താണ്? അല്ലാഹുവാണ് എല്ലാത്തിന്റെയും ഉടമസ്ഥൻ, അല്ലാഹുവാണ് എല്ലാത്തിന്റെയും നാഥൻ, അല്ലാഹുവാണ് എല്ലാത്തിന്റെയും കൈകാര്യകർത്താവ്, അല്ലാഹുവാണ് ജീവിപ്പിക്കുന്നത്, അല്ലാഹുവാണ് മരിപ്പിക്കുന്നത്. അതുകൊണ്ട് എന്റെ ജീവിതം ഇന്ന സ്വലാത്തി വ നുസുകി വ മഹിയായ വ മമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ ലാ ശരീക ലഹു, അവനൊരു കൂട്ടുകാരും അക്കാര്യത്തിലില്ല, ഞാൻ പോലും അവന്റെ കൂട്ടാളിയല്ല. എനിക്കുള്ളതെല്ലാം എന്റെ നാഥനുള്ളതാണ്. നാഥ, ഇതാ ഞാൻ സമർപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുള്ള ഒരു വിനയാന്വിതമായ മനസ്സോടുകൂടി കീഴ്വണങ്ങുമ്പോഴാണ് യഥാർത്ഥത്തിൽ മുസ്ലിം ആവുക. ഓരോരുത്തരും എത്രമാത്രം മുസ്ലിമായി എന്ന് അവരവർ, ഞാൻ ഉൾപ്പെടെ എല്ലാവരും അവരുടെ മനസാക്ഷിയോട് തന്നെ ചോദിച്ചു നോക്കേണ്ടതാണ്. അങ്ങനെ ഓരോ സന്ദർഭത്തിലും ചെക്ക് ചെയ്ത് പരിശുദ്ധതയിലേക്ക് കടക്കാനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ട്രെയിൻ ചെയ്ത് കൊണ്ടുവരുന്നത്. അങ്ങനെ പരിശുദ്ധതയോടുകൂടി ഉന്നതമായ ആ സ്വർഗ സോപാനത്തിൽ എത്തിച്ചേരാൻ കാരുണ്യവാനായ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി ഹംദൻ കസീറൻ തയ്യിബൻ മുബാറകൻ യൻബഗി ലിജലാലി വജ്ഹിഹി വഅളീമി സുൽത്താനിഹി സുബ്ഹാനക ലാ നസീഅനാ കമാ അസ്നൈത നഫ്സഹു ലകൽ ഹംദു ഹത്താ തർളാ. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أيها الإخوة الأحباء أوصيكم وإياي ثانيا بتقوى الله. പ്രിയമുള്ള സഹോദരങ്ങളെ, ഒരിക്കൽ കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ മാനിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങളോട് ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. സത്യം ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുക, അത് പരസ്പരം ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുക.
വൽഅസ്രി ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ ഇല്ലല്ലദീന ആമനൂ വഅമലുസ് സ്വാലിഹാത്തി വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ്സബ്ർ. സത്യത്തിൽ വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും സത്യവും ക്ഷമയും പരസ്പരം ഉപദേശിക്കുകയും ചെയ്തവരൊഴികെയുള്ള മുഴുവൻ മനുഷ്യന്മാരുടെയും ജീവിതം നഷ്ടത്തിലാണ് എന്നതിന് ചരിത്രം സാക്ഷിയാണ് എന്നാണ് ആ ചെറിയ സൂറത്തിൻ്റെ അർത്ഥം. അത് അവതരിച്ചതിന് ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബാക്കൾ പരസ്പരം കാണുമ്പോൾ പിരിഞ്ഞു പോകുന്നതിന് മുമ്പ് വൽ അസ്ർ ഓതാറുണ്ടായിരുന്നു എന്ന് സഹിയായ ഹദീസിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മളിങ്ങനെ മറന്നു. ജീവിതം ഇങ്ങനെ വളരെ തിരക്ക് പിടിച്ചിട്ട് ഫാസ്റ്റാണ്. ഒരുപാട് അധ്വാനിച്ചാലേ നമുക്ക് എവിടെയെങ്കിലും എത്താൻ പറ്റുള്ളൂ. ദുന്യാവ് അങ്ങനെ നമ്മളെ വല്ലാണ്ട് മാടി വിളിക്കുകയാണ്. അതിൻ്റെ തിരക്കിനിടയിൽ ദുന്യാവിലേക്ക് നമ്മൾ അയച്ച പടച്ചവനെയും നമുക്ക് സംവിധാനം ഒരുക്കിയ അള്ളാഹുവിനെയൊക്കെ മറന്നു പോകുന്നത് സ്വാഭാവികമാണ്. അത് നമ്മുടെ ചുറ്റും കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അതുകൊണ്ട് ഇത് ഓർമ്മപ്പെടുത്തിക്കൊണ്ടേയിരിക്കുക എന്നതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഏർപ്പെടുത്തിയ ഒരു സംവിധാനം. അതിനാണ് വെള്ളിയാഴ്ചയിൽ ഇങ്ങനെ ജുമയും ചപ്പോണ്ടുള്ള വസിയത്ത് നിസ്കാരമാണ്. അതൊരു ലേശം ഗൗരവത്തോടുകൂടി തന്നെ ഇരിക്കണം. ആളുകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. സുബ്ഹാനക. ഈ 12:45 ഗേറ്റടച്ചാലോ എന്ന് ഇങ്ങനെ ആലോചിക്കാതില്ല. കമ്മിറ്റിക്കാരുമായിട്ട് ആലോചിച്ച് വേണ്ട സംവിധാനം ഉണ്ടാക്കണം. അത് കഴിഞ്ഞ് വേറെ കൂടെ പോയിക്കോട്ടെ. കാരണം റസൂല് പറഞ്ഞു, ഈ പള്ളിയിൽ ഇമാമും മെമ്പർ കയറിയതിന് ശേഷം പിന്നെ ഇത് ഖുതുബയുടെ കൂലി, ജുമയുടെ കൂലിയൊന്നുമില്ല. അപ്പം ഇങ്ങനെ നിസ്കരിക്കാൻ വേണ്ടി മാത്രം വരുന്നൊരു ളുഹർ നിസ്കരിക്കാൻ മതിയാകുന്നത്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. കുറച്ച് ഗൗരവത്തിൽ തന്നെ എടുക്കണം. വല്ലപ്പോഴൊക്കെ എവിടെയെങ്കിലും കുടുങ്ങിപ്പോകുന്നത് മനസ്സിലാക്കാൻ. പക്ഷെ 1:25 വരുള്ളൂ. അതിൻ്റെ കണ്ണിൻ്റെ മുന്നിൽ വന്നിട്ട് അവിടെ നിന്നിട്ട് ഇവിടെ നോക്കുകയും ചെയ്യും. ആളുകളെ വരെ എനിക്ക് തിരിച്ചറിയാൻ പറ്റുന്ന കോലത്തിൽ 1:25 അവിടെ വന്നിട്ട് ഇങ്ങനെ നോക്കും. എന്തിനാണ് സ്വയം ഇടങ്ങേറായി മറ്റുള്ളവരെ ഇടങ്ങേറായി? എനിക്കും ഒരു തരം ന്യൂസൻസാണ്. അങ്ങോട്ട് നോക്കുമ്പോൾ ഈ ഇത് തെറ്റിപ്പോലും. ആ ആളുകളൊന്ന് മനസ്സിലാക്കണം. നല്ലതാണ്. ഓടി വന്ന് കുനിഞ്ഞു ചാടി പോകാനുള്ളൊരു ഏർപ്പാടല്ല. അതിന് കൂലിയൊന്നും കിട്ടൂല. അല്ല വിടയില്ല. അള്ളാഹു എന്ന് പറഞ്ഞ ലക്ഷ്യം ഗൗരവമുള്ള വിഷയമാണ്. മാലക്കും ലാ തർജൂന വഖാറ. നിങ്ങൾ എന്താ അള്ളാഹിനെ കുറിച്ച് കണക്കാക്കിയത്? നിങ്ങളെ തോന്യാസം കാണിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ഏർപ്പാടാണോ അല്ല എന്നാണ് അള്ളാഹ് ചോദിക്കണത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളപ്പോൾ വരിക, നിങ്ങൾക്ക് ഇഷ്ടമുള്ളപ്പോൾ പോവുക. അള്ളയും റസൂലും എന്ന് പറഞ്ഞ് ഒരു പ്രശ്നമില്ല എന്നാണ്. ഇത് ഗൗരവത്തിൽ പറയാത്തടത്തോളം കാലം നിവൃത്തിയില്ല. അടുത്ത ആഴ്ച ഇയാൾ ഇങ്ങോട്ട് വരണ്ടെന്ന് പറഞ്ഞാൽ ഒരു പ്രശ്നമില്ല. പക്ഷെ പറയാതിരിക്കാൻ നിവൃത്തിയില്ല. 1:25 വരുമെന്ന് എഹ്റാൻ കെട്ടി എന്തിനാ വരണമെന്ന് വീണ്ടും വീണ്ടും ചോദിക്കാം. MSSന്റെ കമ്മിറ്റി ഒന്ന് ആലോചിച്ചിട്ട് 12:45 1 മണിക്ക് ആ ഗേട്ടടച്ചിരുന്നല്ല. പിന്നെ മതിൽ ചാടി വരുന്നവർ പിന്നെ നമുക്ക് പോകാം. വളരെ ഗൗരവമുള്ളൊരു വിഷയമാണ്. അള്ളാഹു വളരെ ഗൗരവത്തിൽ പറഞ്ഞ കാര്യം ഗൗരവത്തിൽ തന്നെ എടുക്കണം. അതുപോലെ ചില സംഗതികൾ പറഞ്ഞു കൊടുക്കും. കഴിഞ്ഞ ആഴ്ച മൊബൈൽ ഫോണിൻ്റെയും ഇൻ്റർനെറ്റിൻ്റെയും സോഷ്യൽ നെറ്റ്വർക്കുകളുടെ സംഗതികളെ കുറിച്ച് വിശദമായി പറയണ്ടായി. കൂട്ടത്തിൽ ജീൻസിനെ കുറിച്ച് പറഞ്ഞു. അപ്പം ജീൻസ് ഹറാമാണെന്ന് എല്ലാവർക്കും മനസ്സിലായി അതെന്താണ്. പക്ഷെ എന്നാലും ഒരു ചോദ്യം ഇരിക്കട്ടെ എന്നുള്ള. അതായത് ജീൻസ് എന്ന് പറഞ്ഞാൽ തുണിയല്ല. ഏത് തുണി ഇട്ടാലും പടച്ചവനും ഒരു പ്രശ്നമില്ല. അതിൻ്റെ ഒരു കണ്ടീഷനുണ്ട്. ശരീരത്തിൽ ആവർത്തിച്ച് പറഞ്ഞ ശരീരത്തിൻ്റെ ഭാഗങ്ങൾ, പ്രത്യേകിച്ച് പെണ്ണുങ്ങൾ, അവരുടെ ശരീരത്തിൻ്റെ ഭാഗങ്ങൾ മുഴച്ചു കാണുന്ന രീതിയിലോ ശരീരത്തിൻ്റെ ഭാഗങ്ങൾ മറച്ച ഭാഗത്തിൻ്റെ തൊലിയുടെ നിറം കാണുന്ന രീതിയിലോ വസ്ത്രം ധരിക്കൽ ഹറാം. ടീഷർട്ടും ജീൻസും ഇട്ട് തലയിൽ ഒരു കെട്ടും കെട്ടി അത് ഞാൻ മുസ്ലിം സമുദായത്തിൽപ്പെടുന്നതാണെന്ന് എഴുതി വെച്ച റേഷൻ കാർഡിൽ മാത്രമേ പേരുണ്ടാവൂ. അള്ളാഹു സുബ്ഹാനഹു വ തആല പേരുണ്ടാവില്ല. വളരെ കർശനമായി തന്നെ പറയുന്നു. പെൺകുട്ടികൾ അങ്ങനെ വളർത്തുന്ന രക്ഷിതാക്കളെ അള്ളാഹു സുബ്ഹാനഹു വ തആല പിടിക്കുന്നതാണ്. ഉളുപ്പില്ലാതെ അങ്ങാടിയിലൂടെ കൊണ്ടു നടക്കുന്നുണ്ട്. മോളിലെ പർദ്ദയിട്ട ഉമ്മയും കാടി വെച്ച വാപ്പയും കൂടെ വരുന്ന നോക്കിയാൽ ശരീരത്തിന്റെ ഓരോ ഭാഗവും ഇങ്ങനെ തുറിച്ചു നിൽക്കുന്നതായി കാണാൻ കഴിയും. നിങ്ങൾ ഇറങ്ങി നോക്കൂ. ഇവിടെ മുസ്ലിങ്ങളല്ലേ കൂടുതൽ താമസിക്കുന്നത്, ഈ അങ്ങാടിയല്ലേ. ഇത് പറയുമ്പോൾ പിന്നെ ന്യായമൊന്നും പറഞ്ഞിട്ട് വരേണ്ട ആവശ്യമില്ല. പറയുമ്പോൾ അത് വളരെ കൃത്യമായിട്ട് നിങ്ങളനുസരിച്ച് എനിക്കെന്താ. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. കാര്യങ്ങൾ മോശമായി നടക്കുമ്പോൾ മിണ്ടാതിരിക്കുന്ന ഊമയായ ശൈത്താനാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു. എനിക്കെന്തായാലും ഊമയായ ശൈത്താനാവാൻ പറ്റില്ല.
എല്ലാം തികഞ്ഞ ഒരു നല്ല പരിശുദ്ധൻ എന്നുള്ള നിലയ്ക്കല്ല മനുഷ്യന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഉപദേശിക്കുന്നത്. കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കും. ടീഷർട്ട് ഇട്ട് ജീൻസ് ഇട്ട് പെൺകുട്ടികളെ കൊണ്ട് നടക്കുന്നത് അള്ളാഹുവിന്റെ റസൂലിന് ഇഷ്ടപ്പെടാത്ത കാര്യമാണ്. അങ്ങനെ ആരെയും ചെയ്യണമെങ്കിൽ തൗബ ചെയ്ത് മടങ്ങി മാറണം എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഷെയ്പ്പൊച്ച പർദ്ദയും ആവർത്തിച്ച് പറയേണ്ടിയിരിക്കുന്നു. ശരീരത്തിന്റെ ഭാഗങ്ങൾ പുറത്ത് കാണിച്ച് മറ്റുള്ളവർക്ക് ആകർഷണമുണ്ടാക്കുന്ന തരത്തിൽ വസ്ത്രധാരണം ചെയ്യാൻ പാടില്ല. റസൂലിന്റെ ഭാര്യമായിട്ട് പറഞ്ഞ ആണുങ്ങൾ നേരിട്ട് സംസാരിക്കാൻ പാടില്ല. നിങ്ങൾ പുറത്തിറങ്ങി നടക്കില്ല. വല്ല തബറുജുന തബറുജൽ ജാഹിലിയ എന്നാണ്. ആ അജ്ഞാനകാലത്തെ പെണ്ണുങ്ങൾ ഞെളിഞ്ഞു നടന്നതുപോലെ ഈ സത്യവിശ്വാസികൾ നടക്കാൻ പാടില്ല എന്ന് അള്ളാഹു ഖുർആനിൽ നേരിട്ട് പറഞ്ഞിരിക്കുന്നു. എന്നിട്ട് ഇതെല്ലാം ഇട്ടെന്ന് പറഞ്ഞാൽ അങ്ങാടിയിലൂടെ തെണ്ടി നടന്നാൽ ആക്കെ ഞങ്ങൾ ദീൻ ഇസ്ലാമിനാണെന്ന് പറഞ്ഞാൽ അള്ളാഹ് റസൂലിനും ദീനിനും ഇസ്ലാമിനും ഒരു കുഴപ്പം പറ്റില്ല. പറ്റുന്നത് നമുക്കായിരിക്കും എന്നുള്ളതാണ്. പക്ഷെ പറയുമ്പോൾ നിങ്ങളൊക്കെ അങ്ങനെ ചെയ്യണം കേട്ടോ, അല്ലെങ്കിൽ ആ പണി പറ്റൂല. പറയുമ്പോൾ അല്ല പറഞ്ഞതുപോലെ റസൂൽ പറഞ്ഞ ഗൗരവത്തിൽ തന്നെ പറയാൻ പറ്റുള്ളൂ. അത് വളരെ ഗൗരവത്തിൽ പറയുന്ന കാര്യം ആ ഗൗരവം അർഹിക്കുന്ന ഗൗരവത്തോട് കൂടി എടുക്കുകയും അത് ശ്രദ്ധിക്കുകയും ചെയ്യണം. പള്ളിയിൽ നേരത്തെ വരാൻ പറഞ്ഞാൽ നേരത്തെ വരാം. അല്ലാതെ അയാൾ കണ്ടിട്ട് അവിടെ നിന്ന് തന്നെ ചിത്തൂരം അങ്ങോട്ട് പോണ്ടെന്നെങ്കിലുള്ള ഒരു നാണെങ്കിലും മനുഷ്യ മനസ്സിലുണ്ടാവണം. എന്നിട്ടും ഇങ്ങനെ വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കുക. അങ്ങനെ വന്നുകൊണ്ടിരിക്കേണ്ടതില്ല പള്ളിയിൽ. അത് വളരെ ഗൗരവമുള്ള സംഗതി. അള്ളാഹുവിന്റെ കാര്യം നിങ്ങൾ എന്തേ ഗൗരവത്തിലെടുക്കാത്തത്? ഗൗരവത്തിലെടുത്തില്ലെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കാര്യവും ഗൗരവത്തിലെടുക്കുകയില്ല. അതുകൊണ്ട് തൂബൂ ഇലല്ലാഹി ജമിഅ അയ്യുഹൽ മുഅ്മിനൂന ലഅല്ലകും തുഫ്ലിഹൂൻ. ഒരു വഴിയുള്ളൂ. ചെയ്തത് പറ്റി, അതൊക്കെ പറ്റി. പടച്ച തമ്പുരാനെ അബദ്ധം കൊണ്ടും അല്ലെങ്കിൽ ധിക്കാരം കൊണ്ടും തോന്നിയാസം കൊണ്ടും ഒക്കെ തന്നെയാണ്. പക്ഷെ മടങ്ങിയിരിക്കുന്നു. പുറത്തു തരണേ, നിസ്സഹായരാണ് ഞങ്ങൾ എന്ന് പറഞ്ഞ് ഹൃദയത്തോടുകൂടി അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സമീപിക്കണം. എല്ലാവരും അങ്ങനെ സമീപിക്കണം. ദിനത്തിൽ 70 പ്രാവശ്യം അള്ളാഹുവിന്റെ റസൂൽ അങ്ങനെ സമീപിച്ചിരുന്നു. അതുകൊണ്ട് 70 മുതൽ 100 പ്രാവശ്യം വരെ. അതുകൊണ്ട് ഇസ്തിഗ്ഫാറും തൗബയുമായി അള്ളാഹുവിലേക്ക് അടുക്കുക. അങ്ങനെ ജീവിതത്തിൽ ഇസ്ലാം പകർത്തിച്ച് മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുക. ദീനുൽ ഇസ്ലാമിന്റെ ആളെ മോശക്കാരാക്കുന്നു, തീവ്രവാദികളാക്കുന്നു. ദീനുൽ ഇസ്ലാമിനെ കണ്ടാൽ ആളുകൾ പായെന്ന് പറഞ്ഞാൽ നമ്മളെ കണ്ടിട്ടാ പിന്നെ ആരെ പായാതിരിക്കുക എന്നുള്ളതാണ്. നമ്മളെ കണ്ടിട്ട്. പക്ഷെ സഹാബാക്കളെ കണ്ടപ്പോൾ ഓടി അങ്ങോട്ട് അടുക്കുകയാണ് ചെയ്തത്. ഈ ദീനിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത സമകാലിക മനുഷ്യൻ ഈ ദീനിന്റെ യഥാർത്ഥ സ്വഭാവം മറ്റുള്ള മനുഷ്യർക്ക് എത്തിക്കുന്നില്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മാറ്റും എന്ന് പറഞ്ഞിട്ടുണ്ട് ഖുർആനിൽ. നിങ്ങളെ ഇവിടെ നിന്ന് മാറ്റും, എന്നിട്ട് വേറൊരു സമൂഹത്തെ കൊണ്ടുവരും. 2-3 സ്ഥലത്ത് ആവർത്തിച്ച് പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഹതഭാഗ്യരായി പോകാതിരിക്കുന്നതിന് വേണ്ടി ഗൗരവപൂർവ്വം തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സമീപിക്കേണ്ടതുണ്ട്. വളരെ കരുതലോടെ. ഓരോരുത്തരുടെയും ജീവിതത്തിന്റെ പ്രശ്നമാണ്, വിജയത്തിന്റെ പ്രശ്നമാണ്, സ്വർഗത്തിന്റെ പ്രശ്നമാണ്. സ്വർഗം കിട്ടാതിരുന്നാൽ യാതൊരു രക്ഷ ഉണ്ടാവില്ല, നശിച്ചു പോകും. അങ്ങനെ നശിച്ചു പോകാതിരിക്കാൻ അള്ളാഹുവിലേക്ക് സ്ഥിരമായി മടങ്ങിക്കൊണ്ടിരിക്കുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഏവരെയുമാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. اللهم ارض عن أبي بكر وعمر وعثمان وعلي وبقية أصحاب رسول الله أجمعين. കാരുണ്യവാനായ തമ്പുരാനെ, ഞങ്ങളുടെ എല്ലാ വൻപാവങ്ങളും ചെറുപാവങ്ങളും പുറത്തും അപാകത്തരണേ തമ്പുരാനെ. നാഥാ, ഞങ്ങളുടെ മാതാപിതാക്കന്മാർക്കും ഉസ്താദന്മാർക്കും ബന്ധുമിത്രാദർക്കും സഹോദരങ്ങൾക്കും സുഹൃത്തുക്കൾക്കും നാട്ടാർക്കും മുഴുവൻ സത്യവിശ്വാസികൾക്കും മുൻകാല സത്യവിശ്വാസികൾക്കും നീ പുറത്തും അപാകത്തരണേ തമ്പുരാനെ. റഹ്മാനായ തമ്പുരാനെ, മുൻകാല സത്യവിശ്വാസികളുടെ അപകടങ്ങൾ നീ പൂങ്കാവനങ്ങളാക്കി മാറ്റണേ തമ്പുരാനെ. അകലങ്ങളിൽ ജീവിക്കുന്ന ഞങ്ങളുടെ ആൾക്കാർക്ക് എല്ലാ ആൾക്കാർക്കും പഠിക്കുന്ന ഹിദായത്തും തഖ്വയും ഇസ്തിഖാമത്തുള്ള ജീവിതം നൽകി അനുഗ്രഹിക്കണേ നാഥ. അല്ലാഹ്, ഞങ്ങളുടെ എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും മാറ്റിത്തരണേ തമ്പുരാനെ. ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഏറ്റവും നല്ല നിലയിൽ നീ നടത്തിത്തരണേ തമ്പുരാനെ. ഞങ്ങളുടെ ആരോഗ്യവും സംരക്ഷണേ തമ്പുരാനെ. ഞങ്ങളുടെ സന്താനങ്ങൾ സമ്പത്തിലും നീ ഐശ്വര്യം തരണേ തമ്പുരാനെ. ശാന്തമായി ജീവിച്ച് ശാന്തമായി മരിച്ചു വരാനുള്ള തൗഫീഖ് നൽകണേ തമ്പുരാനെ. അല്ലാഹ്, ഖുർആനെ യഥാവിധി മനസ്സിലാക്കാനും ജീവിതത്തിൽ പകർത്താനും മറ്റുള്ളവർക്ക് എത്തിക്കാനുള്ള തൗഫീഖ് നീ ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. മരണത്തിന്റെ വേദന ഞങ്ങൾക്ക് ലഘൂകരിച്ചണേ തമ്പുരാനെ. ആശ്വാസകരമായ ഒരു ഖബറുടെ ജീവിതം തരണേ തമ്പുരാനെ. മഹ്ശറിൽ നീ ഞങ്ങളെ സഹായിക്കണേ നാഥ. സ്വർഗത്തിൽ നിന്റെ ലിഖാവ് നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. ഞങ്ങളുടെ ദുആ നീ സ്വീകരിക്കണേ നാഥ. എപ്പോഴും നീയുമായി ഹൃദയബന്ധം പുലർത്തുന്ന ഉത്തമരായ സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ ഞങ്ങളെ നീ പെടുത്തണേ തമ്പുരാനെ. നാഥ, ഞങ്ങളെ നിന്റെ ഉത്തമരായ സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ പെടുത്തണേ നാഥ.
اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات. اللهم أعز الإسلام والمسلمين، اللهم أعز الإسلام والمسلمين، اللهم أعز الإسلام والمسلمين. ربنا تقبل منا دعاءنا وتب علينا إنك أنت التواب الرحيم. وآخر دعوانا الحمد لله رب العالمين.